എക്സ്പ്ലോർ വിത്ത് മാക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് BRCയുടെ എന്താ പറയാ ഫസ്റ്റ് മീറ്റപ്പിന്റെ പ്രോഗ്രാമിന്റെ ഇടയിലാണ്. നമ്മളിപ്പോൾ കറന്റ് ഉള്ളത് പൈതൽമലയുടെ ടോപ്പിലാണ്, അതായത് കുടിയാമല വഴി വരുമ്പോഴുള്ള വ്യൂ പോയിന്റിൽ. അപ്പം ഇവിടെ ഏകദേശം 10-30ഓളം ആൾക്കാരുണ്ട്. നമ്മുടെ മെമ്പേഴ്സ് തന്നെയാണ് എല്ലാവരും. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ് എല്ലാവരും. എങ്ങനെയുണ്ട് ഗായ്സ് നമ്മുടെ മീറ്റപ്പിന്റെ എല്ലാവരും? അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിസോർട്ടിൽ എത്തിയിട്ട് അവിടുത്തെ വൈബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വൈബ് ഓണായിരിക്കും. റിസോർട്ടിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ വൈബ് ഓണാണ്. വൈബ് ഓണാണ്. അപ്പൊ വൈബിലേക്ക് നമുക്ക് പതിയെ കടക്കാം. ഓക്കെ ആണോ? എന്താ പറ്റിയത്? എന്നാ പറ്റിയാണോ? ഞാൻ ആ ലോങ് ചെയ്താ കണ്ടത്. വല്ലതും പറ്റിയോ? നിങ്ങൾക്കെല്ലാം പറ്റിയോ? ആ ചേട്ടനാ, ഞാൻ അവിടുന്ന് കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചിയുടെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല ഇടിച്ചിട്ടൊന്നുമില്ലല്ലോ? ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ? ശരിക്കും എന്താ പറയാ, എന്തോ ദൈവഭാഗ്യത്തിനാണ് അവർ രണ്ടുപേരും രക്ഷപ്പെട്ടത് തന്നെ. ഞാൻ തന്നെ പെട്ടെന്ന് ആ ലോറി ബ്രേക്ക് പിടിച്ച കാരണം എന്താ പറയുക, നിങ്ങൾ കണ്ടതല്ലേ സഡൻ ബ്രേക്കായിട്ട്. അതിൽ ലോറിയിൽ വെയിറ്റ് ഇല്ലാത്ത കാരണം, ലോഡ് ഇല്ലാത്തത് കാരണം രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഒന്നവസ്ഥ ആലോചിച്ച് നോക്കി, രണ്ടുപേരും പടം തന്നെ എന്തോ ഒരു ഇതുകൊണ്ട് ഒന്നും പറ്റിയില്ല. വേറൊരു ബസ് പിടിക്കാൻ വേണ്ടി സ്പീഡിൽ പോകുമായിരുന്നു ആ ചേട്ടനും ചേച്ചിയും കൂടിയിട്ട്. ആ ബാക്ക് ടയർ ആണെങ്കിൽ ഫുള്ളും മൊട്ട എന്ന് പറഞ്ഞാൽ വെറും മൊട്ടയായിരുന്നു ബാക്ക് ടയർ. പറയേണ്ട അവസ്ഥ. എന്തോ ഭാഗ്യം, കൺമുന്നിൽ തന്നെ രാവിലെ തന്നെ. ഞാൻ വിചാരിച്ചു, മിക്കവാറും ഞാൻ പടമായതാണ് ഞാൻ വിചാരിച്ചത്. കാരണം ലോറി ബ്രേക്ക് പിടിച്ചപ്പോഴേക്കും ഞാൻ അത്യാവശ്യം സെയിം സ്പീഡിൽ തന്നെയായിരുന്നു ലോറിയുടെ. പെട്ടെന്ന് ഞാൻ കുറച്ച് ബാക്കിലായിട്ട് തന്നെയാണ്. ലോറി ശരിക്കും സ്കിഡാവുകയും ചെയ്തു അവിടെ. ഒന്നും പറയണ്ട. അങ്ങനത്തെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഒടുവള്ളി തട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒടുവള്ളി കയറുന്നതിന് മുമ്പ് തന്നെ കേട്ടോ ഈ സംഭവം നടന്നത്, ആ കയറ്റത്തിൽ. അങ്ങനത്തെ ഒടുവള്ളി തട്ടിലെ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ മാരക വ്യൂ ആണ് കേട്ടോ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു രക്ഷയില്ല. ബാക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പൊളി എന്ന് പറഞ്ഞാൽ വെറും മാരക പൊളി. അങ്ങനെ നമ്മുടെ BRCയുടെ മെമ്പേഴ്സൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഷെരീഫ് ബ്രോ ആണ്. ഞാനും ഷെരീഫ് ബ്രോയും കൂടിയാണ്. ഷെരീഫ് ബ്രോയുടെ വീട് ബേക്കലാണ്. ഷെരീഫ് ബ്രോയും കൂടിയാണ് നമ്മുടെ കാസർഗോഡ് ഞങ്ങൾ ഒരുമിച്ച് റൈഡ് ചെയ്ത് വന്നത്. അപ്പോൾ അതേ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. നമ്മുടെ പൈതൽമല, കുടിയാമല ആ ഭാഗമൊക്കെ, ആ പാലക്കന്നിട്ട് ഭാഗമൊക്കെ ഫുള്ള് കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഈ ഷൂവിന്റെ വെള്ളമായിട്ട് ഷൂ ഇടുന്നോണ്ട് ചിലപ്പോ അതിന്റെ അറിയില്ല, ചവിട്ടി താത്താണോന്ന് അറിയത്തില്ല. എന്താ ഈ ഷൂ ഇടുന്നോണ്ടേ ചവിട്ടൊന്നും അറിയുന്നില്ല ബൂട്ട്. നീ അതുകൊണ്ടാണോ ഇത് ഇട്ടിട്ട്
വീഡിയോ കാര്യമായി ചർച്ച ബ്രേക്കിന്റെ അടിയാട്ടിയാണ് ബ്രേക്ക് കിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ഓടിക്കണ്ട, അത് ചെയ്യാത്രേ ഉള്ളൂ. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ സിറില് ചെറുതായിട്ട് കുഴപ്പമില്ല. ശീല ഇവിടെ ഇവിടെ ഇപ്പോൾ റിസോർട്ടിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ജീപ്പിലാണ് ഉള്ളത്. അപ്പോൾ ബാക്കിൽ ഇതാ ഇഷ്ടംപോലെ വണ്ടി നമ്മളെ കൂളിയായിട്ട് വരുന്നുണ്ട്. നമ്മളെ വൈശാഖ കേട്ടോ മുമ്പിൽ, വൈശാഖ് അനീഷേട്ടനൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിലതാ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. ഏകദേശം ഒരു 10-20 ആൾക്കാരോളം ഉണ്ട് കേട്ടോ. വൈശാഖിൻ്റെ ക്യാമറ ഇപ്പം എൻ്റെ കയ്യിലാണുള്ളത്. നമ്മുടെ എന്തായാലും റിസോർട്ടിലേക്ക് പോണ വഴിയാണ്. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡാണ്. നല്ല മോനെ കട്ട ഓഫ് റോഡാണല്ലോ അല്ലേ. അതൊന്ന് അവിടെ കയ്യിൽ പിടിച്ചോ. നമ്മളെ കേക്കുണ്ടല്ലേ, ഇതാടെ എത്തുമ്പോഴത്തേക്ക് ഓർമ്മ വയസ്സാവും. അതന്നെ അതാ പായസം കൈ. നല്ല കട്ട ഫോറസ്റ്റ് ആണ് കേട്ടോ. നല്ല ഇതാ കൊടുങ്കാടാണ്. എനിക്ക് പറ്റും നമ്മളെ വണ്ടികളൊക്കെ ബാക്കിൽ ഇടുന്നുണ്ട്. എൻ്റെ കയ്യിൽ 2 ക്യാമറ ഉണ്ട്. ഇതാ ഒന്നിതാ അപ്പോൾ 2 വ്ളോഗിങ് ഉണ്ട്. അപ്പോൾ അവർ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ലേഡി റൈഡർ ആരതിയാണ് വണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. പോട്ടെ 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 പോ അല്ലേ പോട്ടെ 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 വാ, നല്ല നല്ല പോയാൽ മതി. ഓക്കെ, അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ടാസ്ക് ആയിട്ടുള്ള റോഡാണ്. നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൂളായിട്ട് കയറി പോകുമെങ്കിലും കുറച്ച് ടാസ്കുള്ള വണ്ടികളൊക്കെ പിന്നെ അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായ വണ്ടികൾ, ടോർക്ക് കൂടുതലായ വണ്ടികളൊക്കെ കയറി പോകാൻ പണിയാണ്. എനിവേ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. വരട്ടെ, കമോൺ 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 വരട്ടെ. നമ്മൾ ഫ്ലാഗും പിടിച്ചോണ്ട് വരുന്നുണ്ട്. വരട്ടെ 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 കയറിക്കോ അല്ല തന്നെ. അപ്പോൾ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഫൈനൽ ഇതാണ് നമ്മുടെ പൈതൽ മല ഇതാണ് നമ്മുടെ പൈതൽ മലയുടെ തൊട്ട് ഇതാ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ. ഇത് ഞങ്ങൾ വന്ന വഴിയാണ്. ഇത് കിഷോറായിരുന്നു ഇത്ര തരം ക്യാമറ ഓപ്പറേറ്റർ ഈ ജീപ്പിൽ ഇരുന്നിട്ട്. കിഷോറിന്റെ ക്യാമറയും എന്താ പറയുക എൻ്റെ ക്യാമറ വെച്ചോണ്ടിട്ട് 2 കയ്യിലാണ്. അത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അല്ല അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം അങ്ങനെ ഫസ്റ്റ് എന്താ പറയുക ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വീഡിയോയിൽ എത്ര പ്രാവശ്യം പറയാം, അത് ഞാൻ മാറ്റിക്കോളും കുഴപ്പം. അപ്പം നമ്മളങ്ങനെ റിസോർട്ടിലെത്തി. റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഹോം സ്റ്റേ പോലെ അല്ല കിഷോറെ, റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോം സ്റ്റേ പോലെ. നമ്മുടെ ഒരു ഹോം സ്റ്റേ ആണ് ഇവിടെ. റിസോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്താ പറയാ വലിയൊരു ഇതൊന്നും പ്രതീക്ഷിച്ചിട്ട് വരണ്ട, പ്രീമിയം കാറ്റഗറി ആണെന്നുള്ള സംഭവത്തിലൊന്നും വരണ്ട. ഒരു ചെറിയ ഹോം സ്റ്റേയും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇവിടെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആംബിയൻസിനാണ് കാശ്, അല്ലാത്ത ഇവിടുത്തെ ബിൽഡിങ്ങിനും റിസോർട്ടിനും ഒന്നുമല്ല. നദീറും ടീമൊക്കെ വരുന്നുണ്ട്. ഓഫ് റോഡർ നദീർ അങ്ങനെ. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ മുകളിലേക്കാണ് ഞങ്ങൾ ഹട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത്. ഇന്ന് ഒന്നൊന്നര ഓഫ് റോഡ് കേട്ടോ, പക്ക ഓഫ് റോഡ്. ആദ്യം ഞാൻ വന്നിരിക്കുന്ന സന്ദീപിൻ്റെ വണ്ടി എടുത്തോണ്ട്, ചെക്കൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തോണ്ട് വന്നേക്കണേ. അപ്പം ആദ്യം ഞാൻ വണ്ടി കയറ്റിയപ്പോഴേക്കും സന്ദീപ്, ഞാൻ ആ വീഡിയോ എടുക്കുമ്പോഴേക്കും എന്താ തമ്പുരാൻ കണ്ടില്ല ഇപ്പോൾ അവസ്ഥ. അങ്ങനെ ഞാൻ അങ്ങടേക്ക് കാണിച്ചു തരാം. നമ്മളങ്ങനെ കുറച്ച് അങ്ങടേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹോം സ്റ്റേയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ശരിക്കും കാണാൻ പറ്റും.
വണ്ടി ഓടിക്കാനായിരിക്കില്ല, ആർജിനെ വിളിക്കേ. എല്ലാരും എടുത്തടാ, ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ ഈ ഘട്ടകാലത്തും നമുക്ക് ഈ ഒരു പരിപാടി ഇത്രത്തോളം രീതിയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ നാളെ സൈൻ ഓഫ് ചെയ്യുന്ന വരെ ദിവസം ഒരു മനസ്സും ഒരു പോയിന്റ് ഉണ്ട്. അതിന് വേണ്ടിട്ട് 2 ടവറും ഞങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ ഈ ചടങ്ങ് ഔപചാരികമായ ഉദ്ഘാടനം പുതിയതായിട്ട് നമ്മുടെ കല്യാണം കഴിച്ച അഖിലും അതുപോലെ പേരെങ്ങനെയായിരുന്നു? അപ്പൊ രണ്ടുപേരെ നമ്മുടെ BRCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കേക്ക് മുറിക്കാൻ വേണ്ടി ക്ഷണിച്ചോളുന്നു. ഹാപ്പി ബർത്ത്ഡേ കുട്ടിക്ക്. മച്ചാനെ എല്ലാം കലക്കാൻ വേണ്ട നാളെ മുറിച്ചോ, കൊറേ നേരം നോക്കണേ. അങ്ങനെ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അർഷിന് അപ്രേത കുഞ്ഞ് കേക്കൊന്നും മുറിക്കാൻ സമ്മതിക്കുന്നില്ല. കേക്ക് ഒരു സ്ഥലത്ത് നിന്ന് മര്യാദയ്ക്ക് നിൽക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ എടുത്ത് ഓടേനുണ്ടായത്. എന്താണ് ഇഷ്ടപ്പെട്ടത്? അങ്ങനെ നമ്മൾ BRC ഫാമിലിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ പൈതൽ മല ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ഓരോരുത്തരും ഓരോ പാർട്ടായിട്ടാണ് പോയത്. അപ്പം ഓരോരുത്തരൊക്കെ ഇത് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. കാലൊക്കെ ഷൂവും കാര്യങ്ങളൊക്കെ അട്ട കടിക്കും. പൊടി 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 ഓടി 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 സ്ലോ പാടി ഓടി ഓടോടി ഓടി ഓടോടി. നമ്മുടെ ആരതിയിൽ അച്ഛനൊന്നും വിടാത്തതിന്റെ കാരണം എന്താ അറിയോ? ഇതാണ്, ഇവക്ക് പറ്റൂല. ഇതൊന്നും പറഞ്ഞില്ല പണിയല്ല. ഇവക്ക് കുറച്ച് മേക്കപ്പ് എടുത്ത് കുറെ പുട്ടി അടിക്കുക, പെയിന്റ് അടിക്കുക. ഇവളുടെ പേര് ആരതി എന്നാട്ടോ. നമ്മുടെ യൂട്യൂബിലുള്ള ഫേമസ് ആവും ഇനി മിക്കവാറും. പേര് ആരതി. വീട് ക്ലാസ് ഇട്ടോ. ഈ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടുകൾക്കുള്ളിൽ മാത്രം കിട്ടുന്ന ഒരു ആംബിയൻസ് ആണിത്. എന്താ പറയുക, വേറൊരു സൗണ്ടും ഇല്ലാണ്ട് കിളികളുടെ അണ്ണാമാരുടെയൊക്കെ സൗണ്ട്, ചീവീടുകൾ, വെറൈറ്റി വൈബായിട്ടുള്ള സൗണ്ടാണ്. എല്ലാവരും ഇങ്ങനെ പതുക്കെ കയറി വരുന്നുണ്ട്. കാസർഗോഡ് എന്താ പറയുക, ജ്വലിക്കുന്ന സഖാവാണ് ഈ അട്ടനെ പേടിച്ച് ചാണകത്തി നടത്തിയ പശുവിനെ പോലെ. അതൊക്കെ ഉണ്ട് മകനെ. അതെ, നല്ലൊരു ആംബിയൻസ് ആയിട്ടോ വൈബ്. നമ്മൾ മിനിഞ്ഞാന്ന് കയറി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാപ്പിമല വഴിയായിരുന്നു കയറിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പൊട്ടംപ്ലാവ് കുടിയാമല വഴിയുള്ള റൂട്ടാണിത്. ശരിക്കും കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ ഈ വഴി.
എന്താ പറയുക നിസ്സാര കിലോമീറ്റർ ഉള്ളൂ. ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ അതിൻ്റെ അടുത്തുള്ളൂ. മറ്റേതാണ് നമുക്ക് 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നത്. സീറിൽ കാര്യമായിട്ട് ഇവിടെ കയറി തുടങ്ങി. കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു ഈ ഭാഗത്തൊക്കെ, പൈതൽമല കുടിയമല ഭാഗത്തൊക്കെ നല്ല ഇടിവെട്ടോട് കൂടിയ മഴയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ എന്തായാലും ഈ സ്ഥലമൊക്കെ നനഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും അട്ട ഉണ്ടാവും. എന്തായാലും മഴ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചു അട്ട എന്തായാലും കയറും. അപ്പോൾ നമ്മളിപ്പോൾ പൈതൽമലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുടിയാമല പൊട്ടംപ്ലാവ് വഴി വരുമ്പോൾ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ മച്ചാമാരൊക്കെ ഇവിടെ ഇങ്ങനെ എല്ലാവരും ചില്ലായിട്ടൊക്കെ ഫ്രഷ് പുതിയ വീഡിയോ ഒക്കെ എടുത്ത് ക്യാമറയൊക്കെ എടുത്ത്. അത് ഏതിൻ്റെ ക്യാമറ? ഡി ജെ ഓസ്മോ പുതിയ ക്യാമറയാണ് മച്ചാൻ്റെ. എത്ര 22 രൂപ സാധനം കൊള്ളാം, പൊളിയാണ്. അപ്പം ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയാണ്. നമ്മുടെ കാപ്പിമല വഴി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന മൊത്തം ബാക്ക് സൈഡ് മൊത്തം കാണാൻ പറ്റുന്ന നമ്മുടെ കൂർഗ് മലനിരകളല്ലേ. ഇത് നമ്മുടെ കേരളം തന്നെ. ഇത് എവിടെയൊക്കെയാണ് എനിക്കറിയാവുന്ന എല്ലാവരുമൊക്കെ ഉണ്ടാവും മിക്കവാറും. നോക്കാം, ഇതൊക്കെ അപ്പുറത്തൊക്കെ വലിയ വലിയ മലകളൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇവിടെ നിന്ന് കുറേ പേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അഹോയ് 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 അല്ലേ. ആ മല ഊമല ഈ മല ഏറി ഒറ്റയാളെ കാണാൻ പോകുന്നേ. അപ്പോൾ ഫൈനലി നമ്മൾ പൈതൽമല ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ഇപ്പം നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചെത്തി. ഇപ്പം ഞാനും കിഷോറും നമ്മുടെ നദീർ മിസ്റ്റർ സ്കൂട്ട് അവൻ്റെ ചാനലിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഹട്ട്. ഇവിടെയുള്ള ഇതിൻ്റെ നമ്മുടെ ഈ എമൗണ്ട്, നമ്മുടെ ഹോം സ്റ്റേയുടെ എമൗണ്ട് എങ്ങനെയാണെന്ന് അറിയാം നമുക്ക് പോകുന്നത്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ വ്യൂവിനുള്ള എമൗണ്ടാണ് അവർ മേടിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിരന്ന് കാണുന്നത് ശരിക്കും പൈതൽമലയാണ്. പൈതൽമലയുടെ തൊട്ട് താഴത്തായിട്ട്, അതായത് ഈ ഫോറസ്റ്റിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് ഇപ്പോൾ പ്രോപ്പർട്ടി ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറയാം അവിടെ നിങ്ങൾക്ക് കാണാം ഹട്ടിനകത്തൊരു ഡ്രീം ക്യാച്ചറൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. തുറന്നിട്ട് ഈ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. ഇത് 3 പേർക്കുള്ള ടെൻറ്റ്, അത് 4 പേർക്കുള്ളത്, ഇത് സിംഗിൾ ടെൻറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള എന്താ പറയുക ഞാനത് മാറ്റും, ഉറപ്പായിട്ട് ഞാൻ മാറ്റും. ഞാനിത് എത്രാമത്തെ പ്രാവശ്യം വീഡിയോ എടുക്കുന്നത് റീടേക്ക് ആയിട്ട് എനിക്ക് വയ്യാൻ. ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളെല്ലാം ബെഡും ഫുഡും എല്ലാ കാര്യങ്ങളും ഫുൾ അവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും അവരെല്ലാം പക്കയാക്കിയിട്ട് വയ്ക്കുമെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ സെറ്റിങ്, നമ്മുടെ ടെൻറ്റിനകത്ത് സെറ്റിങ്. 3 പേർക്ക് നല്ല അടിപൊളിയായിട്ട് ബെഡും കാര്യങ്ങളും ബെഡ്ഷീറ്റും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഈ വ്യൂ എനിക്കറിയാൻ പാടില്ല നിങ്ങൾക്ക് കണ്ണിലൂടെ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെന്ന്. പക്ഷേ നേരിട്ട് കാണുന്നത് ഒരു എന്താ പറയുക ക്യാമറ കണ്ണിലൂടെ കാണുന്ന പോലെയല്ല നമ്മൾ നേരിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ശരിക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇനി അവസ്ഥ ക്ലൈമറ്റൊക്കെ എങ്ങനെ ചേഞ്ച് ആവുന്നത് നമുക്ക് നോക്കിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ BRCയുടെ ഇതാണിത്. BRCയുടെ ബാനർ ഉണ്ടോ, ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബ് BRC. ഞങ്ങൾ ഫോട്ടോസിനും കാര്യങ്ങൾക്കുള്ള പരിപാടിക്കൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ചെറിയ ഒരു ക്രിസ്മസ് ഒക്കെ ആവാനായതുകൊണ്ട് ചെറിയ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. രാവിലത്തേക്ക് അടിപൊളിയല്ലേ, നോക്കിയേ എന്തിട്ട വ്യൂ നോക്കിയേ. BRC ഫാമിലിയുടെ ഒഫീഷ്യൽ ഫസ്റ്റ് റൈഡിൻ്റെ സ്റ്റിക്കറും ബാഡ്ജും നമ്മളത് എന്താ പറയുക ഓരോ മെമ്പേഴ്സിനും വിത്ത് റെസ്പെക്ട് ടു ദ BRC ഫാമിലി ഓൾ ദി അഡ്മിൻസ് ആൻഡ് മെമ്പേഴ്സ്. ഓക്കെ, കൈയടിച്ചു കൊടുക്കടാ. അപ്പോൾ നമ്മുടെ BRCയുടെ ബാഡ്ജും ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇവിടെ പ്രേതക്കുഞ്ഞൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഓരോരുത്തരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടിയുടെ രാത്രിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കാൻ ഇവിടെ ജനറേറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയിലത്തെ മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. രാത്രി ഫുഡിങ്ങൊക്കെ കഴിഞ്ഞത്, പാട്ടുപാടലും കാര്യങ്ങളൊക്കെ ഈ ഹട്ടിൽ കഴിഞ്ഞു. എല്ലാം സെറ്റായിരുന്നു. ഒന്നും പറയാനില്ല എന്ന് പറയാൻ ഒന്നും പറയാനില്ല. ഇവിടെ ഗില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ
ഫ്രണ്ടിലൂടെ ഇരിപ്പുണ്ട്. ഫ്രല്ലേ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. നമുക്കിനി പാട്ട് വെച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്ന്. ഇവിടെ ടെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ പരിപാടി. ഇവിടുത്തെ ഒന്നും പറയാല്ല. BRC ബുള്ളറ്റ് റൈഡേഴ്സ് ക്ലബ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൈഡേഴ്സ് ക്ലബ്ബ് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലിയാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പം എനിക്ക് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ മിസ്സായി പോയി അതിൻ്റെ ഇടയ്ക്ക്. കാരണം എൻ്റെ ക്യാമറയുടെ സ്റ്റോറേജ് ഫുള്ളായി പോയി മെമ്മറി കാർഡിൽ. അങ്ങനെ കുറച്ച് ഇപ്പം നിങ്ങൾ ആദ്യം കണ്ടത് ഒരു പ്രൈവറ്റ് വാട്ടർഫോളാണ് നമ്മുടെ റിസോർട്ടിൻ്റെ സൈഡിൽ തന്നെ ഉള്ളത്. ഒരു രക്ഷയില്ലാത്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബജാതി പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ് അത്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി പ്ലേസാണ്. അപ്പം ശരിക്കും എന്താ പറയുക, ഞങ്ങൾ BRC ഫാമിലിയുടെ ഫസ്റ്റ് മീറ്റപ്പ് പോലെ ആയിരുന്നില്ല. ഞങ്ങളെന്തോ 10-15 മീറ്റപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്നും കൂടി കണ്ട ഒരു വൈബായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു മീറ്റപ്പിൽ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു ഞങ്ങളുടെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഫോട്ടോസൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു നൊസ്റ്റു അടിച്ച് ഇങ്ങനെ നല്ലൊരു വൈബിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തന്നെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ BRCയുടെ എപ്പോഴായിട്ടുള്ളൊരു മെമ്മറി എല്ലാവർക്കും കിട്ടണം, എപ്പോഴെങ്കിലും എടുത്ത് കാണുകയാണെങ്കിൽ തന്നെ. അപ്പം ഈ ഒരു പ്ലേസും അടിപൊളിയാണ് കേട്ടോ. പ്ലേസ് നമ്മുടെ പൈതൽമല പൊട്ടംപ്ലാവിൻ്റെ ഒക്കെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ടാണുള്ളത്. അപ്പം 600 രൂപയാണ് വിത്തൗട്ട് ഫുഡ് ഒരാൾക്ക്. ടെൻറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റപ്പ് അവർ ചെയ്ത് കഴിഞ്ഞാണ്. ഒന്നും പറയാനെന്നാൽ ഒന്നും പറയില്ല, നല്ല അടിപൊളി പ്ലേസാണ് BRC ഫാമിലി എന്ന് പറഞ്ഞാൽ. ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് അത്രയ്ക്കും ചങ്കുകളാണ്.